നമ്മൾ രണ്ട് കരയിലുള്ള നമ്മുടെ സംഘാംഗങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരു 3 കിലോമീറ്റർ അകലെയാണ് ഉള്ളത്. അതായത് പുഴക്കരയിൽ യാതൊരു വിധത്തിലുള്ള സിഗ്നലുകളും പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ രക്ഷാ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അതിൻ്റെ കൂടുതൽ നടപടികൾ അതിന് തടസ്സമില്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അവിടേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല എന്നറിയിച്ചത്. അതായത് മൊബൈൽ ഫോണുകൾ പോലും അവിടെ ഉപയോഗിക്കരുത്, മൊബൈലിൻ്റെ സിഗ്നലുകൾ പോലും വരരുത്. ഈ ഡ്രോൺ ക്യാമറകൾ അവിടെ ഈ നേവിയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിന് തടസ്സം വരാതിരിക്കുന്നതിന് വേണ്ടി ഈ മറ്റ് ഉള്ള ആളുകളുടെ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. അതായത് യാതൊരു വിധത്തിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും അവിടെ ഉപയോഗിക്കരുത് എന്നുള്ള കാര്യമാണ്, കർശന നിർദ്ദേശമാണ് നമുക്കെല്ലാം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനം അത് സുഗമമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് സ്വയമേ തന്നെ അവിടെ നിന്ന് മാറുന്നത്. ഏതായാലും അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഈ സിഗ്നലുകൾ വലിയ തടസ്സമാകുന്നു പറയുന്നു. അപ്പോൾ ഇന്ദ്രപാൽ സാറിനോട് സംസാരിച്ചിരുന്നു. അത് നോക്കുമ്പോൾ അവിടെ യാതൊരു വിധത്തിലുള്ള സിഗ്നലുകളും പാടില്ല എന്നുള്ളതാണോ അവർ ഉദ്ദേശിക്കുന്നത്? ശ്രീധർ, അദ്ദേഹം അത് അത് നമ്മൾ നേരത്തെ പറഞ്ഞതിന് ശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയധികം മണ്ണിൽ പുതഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ പുതഞ്ഞു കിടക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള സിഗ്നലുകൾ ഇതിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെ തടസ്സമുണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിപ്പോൾ ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെയൊക്കെ മറ്റേതെങ്കിലും ഡ്രോണുകളൊക്കെ വരികയാണെങ്കിൽ തടസ്സമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അത് മുൻകൂട്ടി തന്നെ ഇപ്പോൾ രാഹുലിനെ മറുകരയിൽ 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ടുള്ളത്. കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ വരുന്നു. കാരണം നേവിയുടെ മറ്റ് സൗകര്യങ്ങൾ ഇത് എല്ലാം തടസ്സമാകും എന്നുള്ളത് കൊണ്ടാണ് മാറ്റുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ മോത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് ഒഴിവാക്കുന്നു. കാരണം മനുഷ്യന് സാധ്യമാകുന്നതിനപ്പുറത്ത് യന്ത്രങ്ങൾക്ക് കഴിയും. അത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക, കൃത്യമായി ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അതിൻ്റെ ഘടന വളരെ പ്രധാനമാണ്. ഏത് വിധത്തിലാണ് ആ ട്രക്ക് മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം മാത്രമേ അതിന് അരികിലേക്ക് കടന്നെത്താൻ പറ്റുള്ളൂ. ക്യാബിൻ്റെ ഘടന എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായ വിവരം കിട്ടണം. ആ കൃത്യമായ വിവരം കിട്ടാത്തിടത്തോളം, കൃത്യമായ ഡാറ്റ കിട്ടാത്തിടത്തോളം അന്വേഷണത്തിന് തടസ്സമാകും. അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഇത് ഇത്ര ആഴത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിദഗ്ധരൊക്കെ ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരം വെച്ചുകൊണ്ട് ഒഴുക്ക് ഇരുവശത്തു നിന്നും വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഈ ട്രക്ക് കിടക്കുന്നതിൻ്റെ 2 വശത്തും പുതിയ ചാലുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഒഴുക്കിനെ വഴിതിരിച്ചു വിട്ട് അവിടേക്ക് കടന്നെത്താൻ കഴിയും. അതെന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് നിർണായകമായ വിധത്തിൽ അതിൻ്റെ ശ്രമങ്ങൾ ആരംഭിക്കാൻ പറ്റും. ഈ ആർമിയുടെ ഈ സംവിധാനം എത്തും മുമ്പ് 9:30 ബാറ്ററി കാർവാറിൽ എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഇവിടെ നിൽക്കുന്നതിന് മുമ്പായി തന്നെ അവർക്ക് അവിടെ വന്നാൽ ഇറങ്ങാൻ പാകത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതും ഇപ്പോൾ അവിടെ നടക്കുന്ന, രാഹുൽ പറഞ്ഞതുപോലെ അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. പക്ഷേ ഒരു വികൃതി ചെറുക്കനെ പോലെ മഴ ഇടയ്ക്കിടയ്ക്ക് ദുർമുഖം കാണിക്കുന്നു ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും അനഭിലഷണീയമായ കാര്യം. അത് അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. ഇതാ ഇപ്പോഴൊന്ന് തെളിഞ്ഞു, ഏത് നിമിഷവും ഈ മുഖം കറക്കും എന്നുള്ളതാണ്. ഇവിടെ ഈ ദേശീയപാത ഇന്നലെ കുറച്ചു നേരം തുറന്ന് വാഹനങ്ങൾ ഇവിടെ ദിവസങ്ങളായി കിടന്നിരുന്ന വാഹനങ്ങളിൽ ഒരു പങ്ക് കടത്തിവിട്ടു. പക്ഷെ അപ്പോഴും ഇവിടെ ഒരു ക്രൗഡ് ഉണ്ടാക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ചെയ്യുമ്പോഴൊക്കെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റുന്നു, മറിച്ച് ആവശ്യത്തിനുള്ള ആളുകൾ മാത്രം അവിടെ എത്തി വളരെ കൃത്യമായി ഈ തെരച്ചിലിനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് നേരത്തെ ശ്രീധരൻ പറഞ്ഞ പോലെ, രാഹുൽ പറഞ്ഞതുപോലെ അവിടെ നിന്ന് ആളുകളെ മാറ്റുന്നത്. അനാവശ്യമായി അവിടെ ഒരിടത്തും ആളുകൾ നിർത്തേണ്ടതില്ല. ഇന്നലെ SP പറഞ്ഞതും കൃത്യമായി ഇവിടെ വന്നതിന് ശേഷം ബ്രീഫ് ചെയ്ത് തരാം എന്നുള്ളതാണ്. കാരണം ആ വിധത്തിലേ ഇപ്പോൾ സാധ്യമാവുകയുള്ളൂ. കാരണം ഇപ്പോൾ ഈ തെരച്ചിലിൻ്റെ മുഴുവൻ ഫോക്കസും ആ 15 മീറ്റർ അപ്പുറത്ത്, 20 മീറ്റർ അപ്പുറത്ത്, 15 മീറ്റർ ആഴത്തിൽ അങ്ങനെ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ആ ട്രക്കിൻ്റെ ഘടന കണ്ടെത്തി ആ പുതഞ്ഞു കിടക്കുന്നത് എങ്ങനെ മറിഞ്ഞാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും അതിൻ്റെ ക്യാബിൻ ഏത് ദിശയിൽ, അവിടേക്ക് കടന്നെത്തുന്ന ഈ മുങ്ങൽ വിദഗ്ധർക്ക് 50 അടി താഴെ ചെന്ന് ഈ ചെളിയും ചേറും മാറ്റി അതിലേക്ക് കടന്നെത്തുക കടലിൽ സാധ്യമാണ്. തെളിനീരാണ്, ഇത്ര വലിയ ഒഴുക്കില്ല, ഈ കാര്യങ്ങളൊക്കെ പ്രതിബന്ധമല്ല അവിടെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അപ്പോഴും മേജർ ഇന്ദ്രപാലൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബ്രഹ്മപുത്ര നദിക്കരയിലെ വലിയ ഒഴുക്കിനെ മറികടന്ന അനുഭവ പരിചയം ഞങ്ങൾക്കുണ്ട്.
അത് തീർച്ചയായും ഗുണം ചെയ്യും, പ്രത്യേകിച്ചും ഈ ഗംഗാവല്ലി പുഴയിൽ എന്ന് അദ്ദേഹം പറയുന്നു. അത് വിശ്വസിക്കുക. അതിനനുസരിച്ചുള്ള മുഴുവൻ തെരച്ചിൽ സംവിധാനങ്ങളും ഇവിടെ ഏർപ്പാടാക്കുന്നു. നമുക്ക് കാണാവുന്നത് പോലെ തന്നെ ഈ പ്രദേശത്തിന് നമ്മളിപ്പോൾ നിൽക്കുന്നതിന് 3 കിലോമീറ്റർ അപ്പുറത്ത്, ആ പ്രദേശം ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, നമ്മൾ അവിടെ ചെന്ന് നിൽക്കുന്നത് തൊട്ടടുത്താണ്. കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ അതൊട്ടും നല്ല ഒരു കാര്യമല്ല. കാരണം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന വിധത്തിൽ മല ഇപ്പോഴും കുതിർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. മഴ ഇന്ന് ഒന്ന് തെളിഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷേ ആ തെളിഞ്ഞു എന്നതിന് അർത്ഥം അത് ഉണങ്ങി എന്നല്ല. ആ മുറിവോടെ നിൽക്കുന്ന ഈ മല ഇനിയും താഴേക്ക് ഇടിഞ്ഞു വരാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിലുള്ള ഒരു അപകടത്തിനും ഒരവസരവും ബാക്കി വയ്ക്കില്ല, അത്തരത്തിലുള്ള ഒരു സാധ്യത പോലും ബാക്കിയിടില്ല എന്നുറപ്പിച്ചുകൊണ്ട് തെരച്ചിൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു. ആ തെരച്ചിൽ പക്ഷേ നമുക്ക് അറിയാം, ട്രക്ക് മാപ്പിംഗ് പൂർത്തിയായി, മാൻ മാപ്പിംഗ് എവിടെ എപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് രാവിലെ മുതൽ ഈ 2 മണ്ണുമാന്തികളും നീളക്കൈകളുള്ള ആ ഭീമാകാരമായ മണ്ണുമാന്തികൾ കൊണ്ടുവന്നത് തീർച്ചയായും നദിയുടെ ഒഴുക്കിൻ്റെ ഗതി മാറ്റിവിടുന്നതിന്, ഈ കൃത്യമായ പോയിന്റിൽ നിന്നും ഇരുവശത്തേക്കും ചാലുകൾ കീറിക്കൊണ്ട് മാറ്റിവിടുന്നതിന് അവരാലോചിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മേജർ ഇന്ദ്രപാലൻ പറഞ്ഞതുകൂടിയുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഈ ട്രക്ക് കിടക്കുന്നതിന് മുകളിലായി, ഒഴുക്ക് നദിയുടെ കുറച്ചുകൂടി മുകളിലായി മറ്റേതെങ്കിലും വിധത്തിൽ ഒരു തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് ഈ പ്രദേശത്ത് നിന്ന് മാറ്റുക എന്നൊരു ലക്ഷ്യമുണ്ട്. പക്ഷേ അത് ഈ മേഖലയിൽ അത് അസാധ്യമാക്കുന്നത് നദി കടന്നു വരുന്ന ഗതിയാണ്. കാരണം ഒന്ന് തിരിഞ്ഞ് അവിടെ ആ കരയിൽ ഇടിച്ച് തിരിഞ്ഞ് വരുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഗംഗാവല്ലി പുഴയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ കരയുടെ ആ തിരിവുണ്ടാക്കുന്ന ചുഴികളുണ്ട്. അതും വലിയ തോതിൽ അത്തരത്തിലുള്ള മുകളിൽ ഇപ്പോൾ ഈ ഇന്ദ്രപാലൻ നമ്മളോട് സംസാരിച്ചതുപോലെ ബ്രഹ്മപുത്ര നദിയുടെ കുത്തൊഴുക്ക് ശീലിച്ച് അവർക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടാവില്ല എന്ന് തന്നെ വിശ്വസിക്കുകയാണ് നമ്മളെല്ലാവരും.